ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി 7-ാം അധ്യായം. ഉൽപ്പത്തി 7-ാം അധ്യായം മഹാപ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബവും രക്ഷിക്കപ്പെടുന്നതിന്റെ വർണ്ണനയാണ്. അത് നിത്യനാശത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നു. നോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ചത് കൊണ്ട് നശിച്ചു പോയില്ല. ബാക്കി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവികളും നശിച്ചുപോയി. വിശ്വാസ കപ്പലിൽ ക്രിസ്തുവിനോട് ചേരുന്നവൻ മാത്രം രക്ഷപ്പെടുന്നതിന്റെ പ്രതീകമാണ് നോഹയുടെ പ്രളയകഥ. ദൈവം കൃപയും കരുണയും ഉള്ളവനാണ്. അവനിൽ വിശ്വസിക്കുന്നവനെ അവൻ രക്ഷിക്കുന്നു. നോഹയും നോഹയുടെ ഭാര്യയും അവരുടെ മക്കളായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും ചേർന്ന് 8 മനുഷ്യർ പെട്ടകത്തിൽ കയറി. ശുദ്ധിയുള്ള ജന്തുക്കളിൽ നിന്ന് 7 ജോഡികൾ വീതവും ശുദ്ധിയില്ലാത്തവയിൽ നിന്ന് ഓരോ ജോഡിയും വീതം പെട്ടകത്തിൽ കയറി. ആകാശത്തിലെ പറവകളിൽ നിന്നും പൂവനും പിടയുമായി 7 സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞ് പ്രളയം ആരംഭിക്കുമെന്നും 40 രാവും 40 പകലും നിർത്താതെ മഴ പെയ്യുമെന്നും ദൈവം നോഹയ്ക്ക് മുന്നറിയിപ്പ് നൽകി. നോഹയ്ക്ക് 600 വയസ്സുള്ള സന്ദർഭത്തിലാണ് പ്രളയം ഉണ്ടാകുന്നത്. 2-ാം മാസം 17-ാം ദിവസം ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. വാക്യം 11. ഏറ്റവും ഉയർന്ന പർവ്വതത്തിന് മീതെ 15 മുഴം ഉയരത്തിൽ എത്തുന്നത് വരെ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. വാക്യം 20. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതികളുമായി ഭൂജലജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. വാക്യം 21. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. 24-ാം വാക്യം. ശുദ്ധിയുള്ള ജീവികളെ 7 വീതം എടുക്കാൻ കാരണം ഒരുപക്ഷെ ഭക്ഷണത്തിനായിട്ടും യാഗം കഴിക്കാനുള്ള ആവശ്യത്തിനായിട്ടുമായിരിക്കാം. ഉൽപ്പത്തി 8-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. 40 എന്ന സംഖ്യ പരിപൂർണതയെ സൂചിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 32-ാം അധ്യായം 13-ാം വാക്യം, 1 രാജാക്കന്മാരുടെ പുസ്തകം 19-8, മത്തായി 4-2 ഈ വാക്യങ്ങൾ വായിക്കുക. പെട്ടകം പൂട്ടുന്നതും തുറക്കുന്നതും ദൈവമാണ്. രക്ഷയുടെ പെട്ടകം പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രവേശിക്കുവാൻ ആർക്കും കഴിയില്ല. കയറാൻ സാധിക്കാതെ പോയവരെല്ലാം ഒന്നൊഴിയാതെ നശിക്കും. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ, വേഗം വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാമെന്ന പഴയ പാട്ട് ഓർക്കുക. പ്രായമായവരും ചെറുപ്പക്കാരും സൗന്ദര്യമുള്ളവരും ഇല്ലാത്തവരും ധീരരും ഭീരുക്കളും എല്ലാം ജലപ്രളയത്തിൽ നശിച്ചുപോയി. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ലൂക്കോസ് 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 3:20-ലും 2 പത്രോസ് 2:5, 3:1-6 എന്നീ വാക്യങ്ങളിലും പത്രോസ് അപ്പോസ്തലൻ അന്ത്യന്യായവിധി നാളിനെ നോഹയുടെ കാലത്തെ പ്രളയത്തോട് താരതമ്യം ചെയ്യുന്നുണ്ട്. ഉൽപ്പത്തി 7-ാം അധ്യായം പഠിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പോകരുത്. 1, ദൈവം സ്നേഹത്തിന്റെ ദൈവമാണെങ്കിലും അവൻ നീതിയുടെയും വിശുദ്ധിയുടെയും കൂടെ ദൈവമാണ്. 2, പാപിക്ക് തക്ക പ്രതിഫലം തക്ക സമയത്ത് ദൈവം നൽകിയിരിക്കും.
3, എല്ലാവരോടും എല്ലാം ക്ഷമിക്കുന്നവനാണ് ദൈവം എന്നത് വിശുദ്ധ വേദ പുസ്തകം നൽകുന്ന സന്ദേശമല്ല. 4, ദൈവത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടം എത്ര ചെറുതായാലും ദൈവം അവരെ അനുഗ്രഹിക്കും. 5, ന്യായവിധിയുടെ പ്രളയത്തോട് നാം സമീപിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷ പ്രാപിക്കാനുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തു എന്ന പെട്ടകത്തിനുള്ളിൽ അഭയം പ്രാപിക്കുക മാത്രമാണ്. അപ്പോസ്തലപ്രവൃത്തി 17:31 വായിക്കുക. നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ ഒരു നിഴലാണ് നോഹയുടെ കാലത്തെ പ്രളയവും നോഹയുടെ പെട്ടകവും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.